സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം വെയിറ്റർ ഒരു ലേഡിയാണ് എന്ന് മനസ്സിലാക്കിയ ആൾ ഇവിടെ കാണിച്ച നാറിയ പരിപാടി എന്താണ് എന്ന് നിങ്ങളൊന്ന് ഈ CCTVയിലൂടെ കണ്ട് മനസ്സിലാക്കുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഹോട്ടലിലേക്കാണെങ്കിലും റെസ്റ്റോറൻറ്റിലേക്കാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ കയറിക്കഴിഞ്ഞാൽ മാന്യമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അതിൻ്റെ പൈസ കൊടുക്കുക, തിരിച്ചു പോവുക. അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വന്നതിന് ശേഷം സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം വെയിറ്റർ ഒരു ലേഡിയാണ് എന്ന് മനസ്സിലാക്കിയ ആൾ ഇവിടെ കാണിച്ച നാറിയ പരിപാടി എന്താണ് എന്ന് നിങ്ങളൊന്ന് ഈ CCTVയിലൂടെ കണ്ട് മനസ്സിലാക്കുക. പല ആളുകളും ചെയ്യുന്ന പരിപാടിയാണ്, പക്ഷേ ഇന്നിത് കയ്യോടെ പിടിച്ചു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. മാക്സിമം ഗൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നോക്കുക, അതായത് ഒരു ഹോട്ടലിലേക്ക് അത്യാവശ്യം പ്രായമുള്ള, അദ്ദേഹത്തിൻ്റെ പ്രായം നിങ്ങൾ നോക്കുക, 58 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി ആ ഹോട്ടലിലേക്ക് വരുന്നു. എത്രത്തോളം മാന്യനാണ് എന്ന് നമുക്ക് പുറമേ ആ ഒരു ബോഡിയും അതേപോലെ തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ജെൻറ്റിൽമാൻ ആണ് എന്ന്. പക്ഷേ കയ്യിലിരിപ്പ് എന്താ പറയുക, ചെറ്റത്തരമാണ്. ഹോട്ടലിലേക്ക് വരുന്നു, അവിടെ ഇരിക്കുന്നു. വെയിറ്റർ ഒരു പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം സാധനം ഓർഡർ ചെയ്യുന്നു. ഓർഡർ ചെയ്ത സാധനവുമായിട്ട് വെയിറ്ററായിട്ടുള്ള ലേഡി ആ ഒരു ടേബിൾ കൊണ്ടുപോയിട്ട് വെക്കുന്നു. അയാൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് അയാൾ കൊണ്ടുവന്ന ബാഗിൽ തന്നെ കൈയിടുകയാണ്. അതെന്തിനാണ് എനിക്കാദ്യം മനസ്സിലായിട്ടില്ല, പക്ഷേ കുറച്ചും കൂടെ കണ്ടപ്പോഴാണ് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടത്. നല്ലോണം അടിച്ചു മാറ്റാൻ തന്നെയാണ് അയാൾ വന്നത്, വിശപ്പുണ്ടാകും. സോ അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തു. വെയിറ്ററായിട്ടുള്ള ആ ഒരു ലേഡി തിരിച്ചു പോയതിന് ശേഷം ബാഗിൽ നിന്ന് കടലാസിൽ പൊതിഞ്ഞൊരു സാധനം എടുക്കുകയാണ്, സൂപ്പിലേക്ക് ഇടുകയാണ് ഗൈസ്. സൂപ്പിലേക്ക് ഇട്ടു, മിക്സ് ചെയ്തു. എന്തായിരിക്കും ഇപ്പം ഏകദേശം നിങ്ങൾക്കൊരു പിടി കിട്ടിയിട്ടുണ്ടാകും അയാളുടെ ഉദ്ദേശം. അയാൾ അവിടെ ഒരു ആർഗ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ്, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ഒരു സമയമാണ്. പക്ഷേ അയാൾ ആ സൂപ്പിലിട്ട സാധനം എന്നറിയോ? ചത്ത പല്ലിയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് സാമ്പത്തിക ബെനിഫിറ്റ്, നേട്ടത്തിന് വേണ്ടിയിട്ട് അയാളൊരു പ്ലാൻ ചെയ്ത് വന്ന് നടത്താൻ ശ്രമിച്ചൊരു ഡ്രാമയാണ് ഗൈസ്. പക്ഷേ ഇന്ന് ഇത് കയ്യോടെ പിടിച്ചു, പ്ലാൻ പൊളിഞ്ഞു. അയാൾക്ക് കിട്ടേണ്ട പണി, മുട്ടൻ പണിയാണ് ആ സ്റ്റാഫ് കൊടുത്തത്. എന്തായാലും സാധനത്തിൽ സൂപ്പിൽ പല്ലിയുണ്ട്. ഒരു കാരണവശാലും ഒരു രീതിയിലും വരാൻ ചാൻസ് ഇല്ല. കാരണം അത്രത്തോളം നീറ്റായിട്ട് ക്ലീനായിട്ട് വളരെ നല്ല രീതിയിൽ കസ്റ്റമറോട് കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. അതുമാത്രമല്ല, ഈ ഹോട്ടലിൻ്റെ ഓണർ ഒരു ലേഡിയാണ്. സ്ത്രീകളൊക്കെ കൂടിയിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സാണ്, ഒരു സംരംഭമാണ്. അവിടെയുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം അഭിപ്രായങ്ങളുള്ള, നല്ല അഭിപ്രായങ്ങളുള്ളൊരു ഹോട്ടലാണ്, നല്ല ഗുഡ് വില്ലുള്ളൊരു ഹോട്ടലാണ്. അതിൻ്റെ ആ ഒരു പേര് നശിപ്പിക്കാൻ സ്റ്റാഫായാലും ശ്രമിക്കില്ല, ഓണറായാലും ശ്രമിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തെന്നറിയോ? മാനേജറിൻ്റെ റൂമിലേക്ക് പോയി CCTV പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. മൊബൈൽ ഫോണിൽ വ്യക്തമായിട്ട് അയാൾ കാട്ടിക്കൂട്ടിയ കോപ്രായം വ്യക്തമായിട്ട് ആ ലേഡി എന്ത് ചെയ്ത് കൊടുത്തു? അയാളുടെ അടുത്ത് പോയിട്ട് മൊബൈൽ ഫോണിൽ കാണിച്ചു കൊടുത്തു. ചില ആളുകളുണ്ട് ഇമാതിരി നാറിയ പരിപാടി ചെയ്യുന്നത്. പൈസ ഉണ്ടാവും, എന്നാലും തട്ടിപ്പ് നടത്തുന്ന, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്താൻ കാണിക്കുന്ന ചില കാര്യങ്ങൾ. ഇതിപ്പോൾ അയാൾ ഈ കാര്യം പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്, ആക്ച്വലി ഇതിങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അയാളിത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കും, ഇല്ലേ? ഇനി അയാൾക്ക് വിശപ്പാണ് പ്രശ്നമെങ്കിൽ എത്ര ഭക്ഷണം വേണമെങ്കിലും, ഏത് ടൈപ്പ് രീതിയിലുള്ള ഫുഡാണെങ്കിലും കൊടുക്കും, ഇല്ലേ? പക്ഷേ ഇത് കയ്യോടെ പിടിച്ചു പൊളിഞ്ഞു ഗൈസ്. അയാളെ പോലീസിനെ ഏൽപ്പിക്കുകയല്ല ചെയ്തത്, അയാളെ കൈകാര്യം ചെയ്യുക ചെയ്തത് കേട്ടോ. സോ മാക്സിമം ഗൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.